വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ MLA IC ബാലകൃഷ്ണനെ ഇന്ന് ചോദ്യം ചെയ്യും. ബത്തേരി DYSP ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്യുക. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളായ DCC പ്രസിഡന്റ് NT അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ PS ചേർന്നുണ്ട്. അർജുൻ, എപ്പോഴാകും ഈ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാവുക? എന്താണ് മറ്റു വിവരങ്ങൾ? IC ബാലകൃഷ്ണൻ ഇത്തരത്തിൽ DYSP ഓഫീസിൽ എത്തുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ DYSP ഓഫീസിൽ നിന്നും ഇദ്ദേഹത്തെ എയർ ക്യാമ്പിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എയർ ക്യാമ്പിൽ വെച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യൽ നടക്കുക. കഴിഞ്ഞ ദിവസം NT അപ്പച്ചൻ, അതുപോലെ തന്നെ KK ഗോപിനാഥ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യുന്നു. 2 ദിവസത്തെ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇവരെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു സ്വാഭാവിക നടപടി മാത്രമാണിത്. അതായത് ഇത്തരത്തിൽ കോടതി മുൻകൂർ ജാമ്യം നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്വാഭാവിക നടപടി എന്നുള്ള നിലയ്ക്ക് ഇവരെ അറസ്റ്റ് ചെയ്യുന്നു, അതുപോലെ വിട്ടയക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഇന്ന് IC ബാലകൃഷ്ണനെ കൂടി ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല, കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് KPCC പ്രസിഡന്റിനെ അടക്കം ചോദ്യം ചെയ്യണമെന്നുള്ളതാണ് ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് പോലീസ് പറയുന്നതും. ഈ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന്റെ കൂടെ തന്നെ പോലീസ് മറ്റൊരു കാര്യം കൂടി അന്വേഷിക്കുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ ബാങ്കുകളിലുള്ള തിരിമറി അല്ലെങ്കിൽ ബാങ്കുകളിൽ നടന്നിട്ടുള്ള ഈ പണവുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അടക്കം പോലീസ് തേടുന്നുണ്ട്. ഇതിൽ 9 അംഗ സംഘമാണുള്ളത്. DYSPയുടെ നേതൃത്വത്തിൽ, ബത്തേരി DYSPയുടെ നേതൃത്വത്തിലാണ് ഈ 9 അംഗ സംഘം ഈ വിഷയങ്ങളെല്ലാം അന്വേഷിക്കുന്നത്. പോലീസിന്റെ കൂടെ ക്രൈംബ്രാഞ്ച് ഉൾപ്പെട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് ആണ് നേരിട്ട് ഈ കേസ് അന്വേഷിക്കുക എന്നുള്ളതാണ്. ക്രൈംബ്രാഞ്ചിന് കേസ് നൽകുമെന്നാണ്. എന്നാൽ പിന്നീടാണ് ഇത് DYSPക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തമെന്നും DYSP ആണ് ഇതിന്റെ തലപ്പത്തുള്ളത് എന്നുള്ളത് പിന്നീടാണ് സർക്കാർ പുറത്തുവിടുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിന് ഈ അന്വേഷണം നൽകാതെ DYSPയുടെ ചുമതലയിൽ നൽകുമ്പോൾ അത് കൃത്യമായി തന്നെ LDF UDF തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്നുള്ള ഒരു ആക്ഷേപം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഒരു ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം KK ഗോപിനാഥന്റെ വീട്ടിലെത്തിയ പോലീസ് ചില രേഖകൾ, കേസിനെ സംബന്ധിക്കുന്ന നിർണായക രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. മാത്രമല്ല, DCC ഓഫീസിലടക്കം കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. തുടർന്നാണ് ഇവരെ ഈ KK ഗോപിനാഥനെയും അതുപോലെ തന്നെ DCC പ്രസിഡന്റ് NT അപ്പച്ചനെയും അടക്കം ഇത്തരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. തുടർന്നാണ് ഇന്ന് IC ബാലകൃഷ്ണനെ കൂടി ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നത്. അർജുൻ, ഒരുപക്ഷെ നമുക്കറിയാം ഈ ഒരു കേസിൽ ഏറെ നിർണായകമായ NM വിജയന്റെ ആത്മഹത്യാ കുറിപ്പിലാണ് ഗുരുതരമായ പരാമർശം ഈ പറയുന്ന MLA ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയുള്ളത്. നമുക്കറിയാം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നേരത്തെ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് കൂടിയാണ് കടന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ മുൻപ് ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ ഇടപാടുകൾ സംബന്ധിച്ചുള്ള തെളിവുകൾ തേടിയുള്ള പരിശോധനകൾ ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഓഫീസുകളിലടക്കം പരിശോധനകൾ നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ MLA ഉൾപ്പെടെ ആളുകളെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു ചോദ്യം ചെയ്യലിൽ പോലും ഈ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ ഈ കണ്ടെടുത്ത രേഖകൾ ഉൾപ്പെടെയുള്ളവ വെച്ചിട്ടുള്ള ഒരു സമഗ്രമായ ഒരു ചോദ്യം ചെയ്യലായിരിക്കില്ലേ ഉണ്ടാവുക? വിഷ്ണു, അത്തരത്തിലായിരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ഈ കത്തുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദ്യം ചെയ്യുക. സാമ്പത്തികപരമായിട്ടുള്ള അന്വേഷണം മറ്റൊരു രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ സാമ്പത്തികമായ രീതിയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ 13 ബാങ്കുകളാണ് ഇത്തരത്തിൽ ഇവർ പരിശോധിക്കുന്നത്. ഇതിൽ 4-5 ബാങ്കുകളിൽ സർക്കാർ നേരിട്ട് അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ സർക്കാർ അന്വേഷിക്കുമെന്നുള്ള ഒരു ഉത്തരവ് കൂടി വന്നത്. 4 ബാങ്കുകൾ ഇത്തരത്തിൽ സർക്കാർ അന്വേഷിക്കുമെന്നുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മാത്രമല്ല, പോലീസിന്റെ കൂടെ വിജിലൻസ് കൂടി ഈ ഒരു അന്വേഷണമുണ്ട്. അതായത് ഈ 3 ബാങ്കുകൾ പരിശോധിച്ചപ്പോൾ ആ ഒരു ബാങ്കിൽ തന്നെ ഒറ്റ ഒരു ബാങ്കിൽ മാത്രമായി NM വിജയനുള്ള കടബാധ്യത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാധ്യത എന്ന് പറയുന്നത് 1 കോടി രൂപയോളമാണ്. 1 കോടി രൂപയോളം അധികമാണ് അദ്ദേഹത്തിന്റെ ബാധ്യത എന്ന് പറയുന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ കൃത്യമായി ഈ കോടതിയിൽ വാദിച്ചത്, അതായത് ജാമ്യം കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം കൃത്യമായി വാദിച്ച ഒരു കാര്യമുണ്ട്. ഇതൊരിക്കലും ഈ IC ബാലകൃഷ്ണനുമായി ഇടപെട്ടുകൊണ്ടുള്ള ഒരു സാമ്പത്തിക ബാധ്യതയല്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടുകൊണ്ട് NM വിജയന് വന്നിട്ടുള്ള സാമ്പത്തിക ബാധ്യതയല്ല. ഇത് മകന് സുഖമില്ലാത്തതിനാൽ അത്തരത്തിൽ ഈ പണം വാങ്ങിയതും അത്തരത്തിൽ സ്വാഭാവികമായും അയാളുടെ സ്വന്തമായിട്ടുള്ള ഒരു കടബാധ്യതയാണ് എന്നുള്ളതാണ്
പ്രോസിക്യൂഷന്റെ വാദമുണ്ടായിരുന്നത്. തുടർന്നാണ് ഇത്തരത്തിലുള്ള ഈ കേസിൽ ഒരു വിധി ഈ കോടതി പറയുന്നതും. മാത്രമല്ല ഈ രീതിയിൽ ഐ സി ബാലകൃഷ്ണന്റെ പേരുകളോ അല്ലെങ്കിൽ കെ കെ ഗോപിനാഥന്റെ പേരുകളോ ഈ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുന്ന കുറിപ്പിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. മറ്റേ കുറിപ്പ് എന്ന് പറയുന്നത് കൃത്യമായി തന്നെ KPCC പ്രസിഡന്റിന് അയച്ചിട്ടുള്ള ഒരു കത്താണ്. ആ കത്തിൽ ഐ സി ബാലകൃഷ്ണന്റെ പേര് പറയുന്നു. പക്ഷേ താൻ മരണകാരണം അല്ലെങ്കിൽ താൻ മരിക്കാനുള്ള കാരണം ഐ സി ബാലകൃഷ്ണനാണെന്ന് ഈ കത്തിൽ പറയുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. ശരി, അർജുനാണ് വിവരങ്ങൾ നൽകിയത്.